ദൃശ്യം 3 ജിത്തു ജോസഫ് സിനിമ. നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ജിത്തു ജോസഫ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സിനിമയാണ്. ദൃശ്യം എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സിനിമ കണ്ടിരിക്കുകയാണ്. ആ സിനിമ എങ്ങനെ എനിക്കിഷ്ടപ്പെട്ടോ എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ജിത്തു ജോസഫ് അണ്ണ, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല. നിങ്ങൾ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ് എന്ന് പറയുന്നത് വേറെ ലെവലാണെന്ന് നിങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ദൃശ്യം സിനിമ എങ്ങനെയാണ് ആ ഒരു പുകഞ്ഞ് നിന്ന് പിന്നെ അത് കത്തി ഒരു തീയായിട്ട് മാറുന്ന രീതിയിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് ദൃശ്യം 2 സിനിമയ്ക്കും. ഫസ്റ്റിന് അതങ്ങനെയാണ്, ഭയങ്കരമായിട്ട് അങ്ങനെയായിരുന്നു. സെക്കൻഡ് അത് കുറച്ചുകൂടെ ഉള്ളൊരു കത്തലുണ്ടായിരുന്നു. തേർഡിലും ആ ഒരു സെയിം മൊമെൻറ്റത്തിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഇങ്ങനെ ഒരു ഫാമിലി ഡ്രാമയിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുപോകുക എന്നുള്ളത്, ത്രൂട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതിൻ്റെ എഡിറ്റിംഗ് എങ്ങനെയുണ്ട്, എൻ്റെ കളറിങ് എങ്ങനെയുണ്ട്, എൻ്റെ മ്യൂസിക് എങ്ങനെയുണ്ട്, ഇവിടെ ലാഗുണ്ടോ, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല എനിക്ക് പറയാൻ ഉള്ളത്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താണ് ആ ഒരു സിനിമയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത്, അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ ദൃശ്യം 2 ഇറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ദൃശ്യം 3 എൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എൻഡ് ചെയ്യണം എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. സോ ഞാൻ അതിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതെന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പൊരു എക്സ്പെക്റ്റേഷൻ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു തോട്ട് അടിപൊളിയാണ്. അത് എല്ലാ ആൾക്കാർക്കും തോന്നാനുള്ള എന്താ പറയുക, ഈ ദൃശ്യം അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം ഉള്ള ഡൗട്ടാണ്, ഇനി എന്ത് ഇതിനകത്ത് ഇത്ര കാണിക്കാൻ, ഓക്കെ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് തോന്നിയാലും ആ ജിത്തു ജോസഫിൻ്റെ ചിന്തയിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിന്തിക്കണം. ജിത്തു ജോസഫ് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ചിന്തിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി സ്പോയിലർ എന്ന് പറയാൻ ഒരുപാട് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു സാധനം കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. മറ്റേ പണ്ട് കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്നുള്ള ഒരു ട്വിസ്റ്റ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു സിനിമയ്ക്ക് ആ ഒരു സ്വഭാവമുള്ളതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്തോട്ട് അങ്ങനെ ഇതല്ല. അതുകൊണ്ട് എന്നാൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രധാന ചില ആൾക്കാരെ കാണിക്കുന്നതൊക്കെ എടുത്ത് ഇടാൻ ചാൻസ് ഉണ്ട് ആളുകൾ. സോ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. അതറിഞ്ഞെന്നും പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാൽ പോലും അതറിയാതെ നമ്മൾ പെട്ടെന്ന് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇതുണ്ടാവും. സോ ദൃശ്യം സിനിമ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി, ആ ദൃശ്യം ഫ്രാഞ്ചൈസി എന്താണോ നമുക്ക് തന്നത് അത് ഫുള്ളി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ നിങ്ങൾ പറ്റുന്നവരെല്ലാം ആ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു പാക്ഡ് തിയേറ്ററിൽ. തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്കകത്തൊരു എന്താ പറയുക, ഒരു ജം സീനുണ്ട്. മറ്റേ ആ ഒരു വിൻഡോകളെ പൊട്ടിച്ച് ചാടുന്നൊരു സീൻ, അതൊരു മാസ് എലവേഷനുള്ളൊരു സീനാണ്. ദൃശ്യം സിനിമയിൽ ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയും കണ്ടിട്ടില്ല. പക്ഷേ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് കൈയടിക്കാൻ തോന്നും. ദൃശ്യം എന്ന് പറയുന്നത് അതാണ്, ത്രൂഔട്ട് തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലാസ് സ്വഭാവമാണ്. സോ അതും നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പോലും നിങ്ങൾ ഒരു പ്രതീക്ഷയില്ലാതെ നിങ്ങൾ പോയി തിയേറ്ററിൽ തന്നെ പോയി ദൃശ്യം കാണുക. എൻ്റെ ടീം ഹാറ്റ്സ് ഓഫ്. കിടിലൻ പടം. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യം കമൻറ്റിൽ പറയാം.